പോലീസിനെതിരെ പരാതിയുമായ അതിജീവിത ഉദ്യോഗസ്ഥനെതിരായ പരാതിയിൽ നടപടി വൈകിപ്പിച്ചെന്ന ആക്ഷേപം. കേസെടുക്കാൻ വൈകിയെന്നും മെല്ലെപ്പോക്ക് തുടരുന്നുവെന്നുമാണ് പരാതി. പെരൂർക്കട ക്യാമ്പിലെ അസിസ്റ്റന്റ് കമാൻഡ് നിഷോർ സുധീന്ദ്രനെതിരെയുള്ള പരാതിയിലാണ് നടപടി വൈകുന്നത്. അശ്ലീല ചിത്രങ്ങളും സന്ദേശങ്ങളും അയച്ചെന്നാണ് പരാതി. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുന്നുണ്ട്. അഞ്ജു, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അതിജീവിത പറഞ്ഞിട്ടുള്ളത്? ഒപ്പം തന്നെ പരാതിയുടെ ഉള്ളടക്കം എന്തൊക്കെയാണ്? വീണ, കഴിഞ്ഞ ദിവസം ഒരു അതിജീവിതയുടെ വിശദാംശങ്ങൾ എഴുതിയതിന്റെ പേരിൽ സിബി മാത്യൂസിനെതിരെ കേസുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ മറ്റൊരു അതിജീവിത പോലീസിനെതിരെയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് അതിജീവിത പറയുന്ന ഈ പരാതിയിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണമാണുള്ളത്. ഒരു പോലീസുകാരനെതിരെയുള്ള നൽകിയിട്ടുള്ള പരാതിയിലാണ് ഇത്തരത്തിലൊരു ഗുരുതര ആരോപണം ഉൾപ്പെട്ടിട്ടുള്ളത്. പേരൂർക്കട പോലീസ് ക്യാമ്പിലെ അസിസ്റ്റന്റ് കമാൻഡറായിട്ടുള്ള നിഷോർ സുധീന്ദ്രനെതിരെയായിരുന്നു ഒരു അതിജീവിത പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതി പ്രധാനമായും അശ്ലീല ചിത്രങ്ങളും സന്ദേശങ്ങളും അതിജീവിതക്ക് അയച്ചു നൽകിയതുമായി ബന്ധപ്പെട്ടായിരുന്നു പരാതി. എന്നാൽ ആ പരാതിയിൽ പോലീസുകാരനെതിരെ കേസെടുക്കാനോ നടപടികൾ വേഗത്തിലാക്കാനോ പോലീസുകാർ തയ്യാറായില്ലെന്നും മനഃപൂർവ്വം താൻ നൽകിയ പരാതി വൈകിപ്പിച്ചു എന്നാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. അതായത് പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാനായി ഉന്നത ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നു എന്നതാണ് അതിജീവിത പ്രധാനമായും പരാതിയിൽ ഉന്നയിക്കുന്നത്. കേസിൽ മെല്ലെപ്പോക്കാണ് നിലവിൽ തുടരുന്ന സാഹചര്യം എന്നും അതിജീവിത പറയുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പോലീസുകാരന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഈ ജാമ്യം അനുവദിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പരാതിക്കാരി ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വീണ, ശരി, കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു അഞ്ജു ജയപ്രകാശ്.